ഈ വർഷത്തെ കടക്കൽ തിരുവാതിരയുടെ വരവറിയിച്ചുകൊണ്ട് പൊന്നൂരിൽ നിന്നും കടക്കൽ ദേവീക്ഷേത്രത്തിലേക്ക് തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഭക്തിസാന്ദ്രമായ ഘോഷയാത്രയിൽ ശ്രദ്ധയാകർഷിച്ചത് ഓട്ടോറിക്ഷയിൽ കെട്ടുകാളയെ സ്ഥാപിച്ച് അതിനെ കതിരി കൊണ്ട് മുൻവശം അലങ്കാരം ചെയ്ത് ഭംഗിയായി ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി പോകുന്ന ഒരു കാഴ്ചയായിരുന്നു. കതിരിക്കാള അല്ലെങ്കിൽ ചീരക്കാള എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ആണ്ടുതോറും അമ്മയ്ക്ക് നടത്തി വരാനുള്ള വഴിപാടാണ്. ഈ വ്രതമെടുത്താണ് കതിരകാള കിട്ടുന്നത്. വ്രതമെടുത്ത് കതിരകാള കെട്ടി അത് തിരുവാതിര നിന്ന് കുതിരയെടുപ്പിൻ്റെ കൂടെ വലം വെച്ച് നമ്മൾ കൊണ്ട് നടന്ന് അത് കഴിഞ്ഞിട്ട് ഈ കാളര ഈ കതിര് എല്ലാം നമ്മൾ എടുത്ത് ഈ പട്ട് ഈ മണി ഇതെല്ലാം അമ്മയ്ക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ കതിരുകാളര ഈ ശരിക്കുള്ള വഴിപാടെന്ന് പറയുന്നത്. ഈ വഴിപാട് നമ്മളിപ്പോൾ ആണ്ടുതോറും നടത്തി വരാനുള്ള വഴിപാട് അത് തന്നെയാണ്. എൻ്റെ ഒരു 10-30 വർഷത്തിന് മുമ്പേ ആയിട്ട് തന്നെ ഞാൻ ഇത് തുടങ്ങിയതാണ്. അത് കടക്കൽ തിരുവാതിരയോടനുബന്ധിച്ച് വാളഞ്ചലും മുടക്കുന്നതിന് കൊല്ലൂരിൽ നിന്ന് എടുത്ത് കടയ്ക്ക് കൊണ്ടുവന്ന് നാളെയാണ് കൊടിയേറ്റ്. അതിനുകൊണ്ടുള്ള തയ്യാറെടുപ്പാണ് കഴക്കാർ മൊത്തത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം അത് കണക്ക് തന്നെ ഞാനും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഈ കതിരുകാള ചീലക്കാള എന്നുള്ള പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെ മുതലാണ് കുത്തിയോട്ടത്തിനും പൊങ്കാലയ്ക്ക് കുതിരയെടുപ്പിനും എല്ലാം നാളെയാണ് കൊടിയേറ്റവും. നാളെ മുതലാണ് വ്രതം എടുക്കുന്നത്. മാർച്ച് 8-ാം തീയതിയാണ് തിരുവാതിര. അന്നേരം അതുവരെ എല്ലാവർക്കും വ്രതമാണ് കടയ്ക്ക് പ്രദേശവാസികൾക്കെല്ലാം.